പ്രിയപ്പെട്ടവരെ, യൂട്യൂബ് ഓപ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് വയനാട്ടിലെ മാനന്തവാടിയിലെ പാളാട് എന്ന സ്ഥലത്തുള്ള ഒരു ഫാമിന്റെ വിശേഷങ്ങൾ അറിയാൻ. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് കാണാം. നമുക്ക് ഫാമിന്റെ വിശേഷങ്ങൾ അറിയാൻ നമ്മളുടെ കൂടെ ഫാമിന്റെ ഉടമസ്ഥൻ മുജീബ് ക ഉണ്ട്. മുജീബ് ക എത്ര വർഷമായി ഈ ഒരു സാധനം തുടങ്ങിയിട്ട്? എങ്ങനെയാണ് ഈ ഒരു ആശയത്തിലേക്ക് വന്നത് മുജീബ് ക? എന്തായിരുന്നു ആദ്യം ജോലി? കോഴിക്കോട് 3 കൊല്ലത്തോളം ഞാൻ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരെയും പോലെ ഞാനും വിമാനം കയറി കുവൈറ്റിൽ ടെലികമ്മ്യൂണിക്കേഷൻസിലായിരുന്നു. അവിടെ സെയിൽസ് സപ്പോർട്ട് ടീമിലെ മാനേജറായിരുന്നു. അവിടെ ഏകദേശം 13 കൊല്ലത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റ കമ്പനിയിൽ വർക്ക് ചെയ്തു. ആ സമയത്താണ് ഒരു 10 വർഷമാകുമ്പോഴേക്ക് തന്നെ എനിക്ക് പണ്ടേയുള്ള എൻ്റെ കൃഷിനോടുള്ള ഒരു ആഗ്രഹം രണ്ടാമത് വന്നു തുടങ്ങി. അപ്പം അത് വന്നു തുടങ്ങിയപ്പോൾ ഉണ്ടായൊരു പ്രശ്നം, ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്കത് വല്ലാതൊരു ശ്വാസം മുട്ടലാവും. അതായത് മനസ്സിലൊരാഗ്രഹവും ചെയ്യുന്ന ജോലി വേറെ ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ് എല്ലാവർക്കും ഉണ്ടാവും. അപ്പം ആ കോൺഫ്ലിക്റ്റ് പിന്നെ പരിഹരിക്കാനുള്ള ഒരേ ഒരു മാർഗം കുവൈറ്റ് വിടുക എന്നുള്ളതാണ്. കുവൈറ്റ് വിടുക എന്നുള്ള പറയുമ്പോൾ ആലങ്കാരികമായിട്ട് പറയാം, ലോകത്തിലെ ഏറ്റവും പവർഫുൾ കറൻസിയാണ് ഒഴിവാക്കുന്നത്. പക്ഷെ അത് ചെയ്തില്ലെങ്കിൽ എനിക്കിപ്പോഴും അതിൽ സന്തോഷമാണ് ആ തീരുമാനം. അല്ലെങ്കിൽ ഞാൻ ഇന്നും കുവൈറ്റിൽ ആ ദിനാറിൻ്റെ പുറകെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും. കുവൈറ്റ് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ ആ മനസ്സിലെ ആഗ്രഹം ശക്തമായിട്ട് ഇങ്ങനെ തിക്കി വരും. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. അപ്പം 13 കൊല്ലം കഴിഞ്ഞപ്പോൾ രാജിവെച്ചു വന്നു. പിന്നെ 2 കൊല്ലത്തോളം കുറച്ച് യാത്രകളും സൗഹൃദമായിട്ട് കഴിഞ്ഞുകൂടി. എന്നിട്ടാണ് 2014-15 കൃഷിയിലേക്ക് പൂർണ്ണമായിട്ട് ഇടപെട്ട്. അതിനുശേഷമാണ് വന്നതിന് ശേഷമാണ് ഡയറി ഫാമിലൂടെ ഈ പരിപാടി തുടങ്ങാമെന്നുള്ള ആഗ്രഹം വന്നത്. അതിന് 2 കാരണമുണ്ട്. മറ്റ് കൃഷികൾ തുടങ്ങിയാൽ ഇപ്പോൾ നിങ്ങളൊരു മാവ് നട്ടാൽ ഒരു 5 കൊല്ലം കഴിയണം അതിൽ എന്തെങ്കിലും തിരിച്ചു കിട്ടാൻ. അതായത് റിക്കവറി സമയം കൂടുതലാണ്. അതേസമയം ഒരു പശു പ്രസവിച്ചാൽ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ ക്യാഷ് ഫ്ലോ പൈസ വന്നു തുടങ്ങും. അത് വളർത്തൽ നഷ്ടമാണോ ലാഭമെന്നല്ല വിട്ടേക്ക്, ക്യാഷ് ഫ്ലോ ഉണ്ടാവും. ആ ക്യാഷ് ഫ്ലോ ഉപയോഗിച്ച് നമുക്ക് മറ്റ് കൃഷികൾ ഡെവലപ്പ് ചെയ്യാം. ഇതായിരുന്നു ആഗ്രഹം. അങ്ങനെയാണ് പശുവിലേക്ക് ആദ്യം വരുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, പശുവിൻ്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ചിട്ട് നമുക്ക് മണ്ണ് നന്നാക്കി എടുക്കാം. ഇത് ഞാൻ വാങ്ങുന്നേരം വെറും ഒരു മൊട്ടക്കുന്നായിരുന്നു. അതായത് നിരന്തരമായിട്ട് എല്ലാ കൊല്ലവും കാട്ടുതീ വന്നിട്ട് കത്തിപ്പോവും. പിന്നെ ഇടവപ്പാതിയിൽ പുതിയ മഴ വരുന്നേരം എന്താ സംഭവിക്കുക, ഈ പുല്ലില്ലാത്ത കുന്നിലെ എല്ലാ മേൽമണ്ണും ഒലിച്ചു പോകും. അങ്ങനെ എത്രയോ വർഷങ്ങൾ കൊണ്ട് നശിച്ചൊരു മണ്ണായിരുന്നു. അത് ഞാനൊരു വെല്ലുവിളിയായിട്ട് എടുത്ത്. കാരണം 1-2 ഉദാഹരണങ്ങൾ അതിന് മുമ്പോട്ട് പറഞ്ഞു. ഒന്ന് സുഗതകുമാരി ടീച്ചറുടെ നേതൃത്വത്തിൽ അട്ടപ്പാടി അങ്ങനെ ഒരു 10-30 ഏക്കർ ഒരു തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അട്ടപ്പാടി എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും മോശം സ്ഥലം, ഡ്രൈ ഏരിയ. അത് വായിച്ചൊരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു ആക്ച്വലി. അപ്പം അങ്ങനത്തെ ഒരു മണ്ണ് നന്നാക്കണമെങ്കിൽ പശു തന്നെ വേണം. കാരണം പശുവിൻ്റെ ചാണകത്തിലൂടെ നൈട്രജനും പൊട്ടാഷ്യം ഫോസ്ഫറസും വരും. അതിലുപരി ഈ ചാണകത്തിലെ സൂക്ഷ്മജീവികളില്ലേ, അവർ മണ്ണിൽ പ്രവർത്തിച്ചിട്ട് മണ്ണിൻ്റെ ആരോഗ്യം ഡെവലപ്പ് ആവും. അതാണ് ശരിക്കും പറയുന്നത് പശുവിൻ്റെ ഇമ്പോർട്ടൻസ്. നമ്മളെപ്പോഴും പശുവിന് നിന്ന് പാല് മാത്രം ആലോചിക്കുന്നു, അതല്ല. പശുവിൻ്റെ ഈ സൈഡും കൂടെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് മണ്ണ് നന്നാക്കിയെടുക്കാം. അങ്ങനെ നന്നാക്കിയെടുത്ത മണ്ണിലാണ് പിന്നെ പുല്ല് നട്ട് മറ്റ് വൃക്ഷങ്ങൾ നട്ട് ഒരു പച്ചക്കറിയല്ല, ഒരു 2-3 ഏക്കറോളം ഫ്രൂട്ട്സിൻ്റെ ഗാർഡൻ ആക്കി മാറ്റിയെടുത്ത്. അപ്പോൾ ഇത് നമ്മൾ പശുവിനെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ ഇതൊന്നും നമ്മളെ മനസ്സിലില്ല. ചാണകം ഉപയോഗിക്കാന്നറിയാം. പിന്നെ നമുക്കിങ്ങനെ ഓരോരോ അവസരങ്ങൾ, അങ്ങനെയാണ് പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത്. അപ്പോൾ പിന്നെ 1-2-3 വർഷം കഴിഞ്ഞ് കോവിഡിന് ശേഷം പശുവിന് മാത്രം പോരാന്ന് തോന്നിയപ്പം കൂടുതൽ ഫ്രൂട്ട്സ് പ്ലാന്റ് ചെയ്തു. മറ്റേ ബ്രോയിലർ ചിക്കൻ്റെ തുടങ്ങി, കൂണ് തുടങ്ങി, പച്ചക്കറി തുടങ്ങി. അങ്ങനെ അത് നാച്ചുറലി അതിൻ്റെ ഭാഗമാണ്. നമ്മളത് അന്വേഷിച്ചൊന്നും കണ്ടുപിടിക്കും, നമുക്ക് മനസ്സിലാവും അവസരങ്ങൾ. ഇപ്പം ഏറ്റവും അവസാനമായിട്ട് പശുവിൻ്റെ മൂത്രം ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് കറക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇത് എത്ര ഏരിയ ഉണ്ട്? ഇത് 18 ഏക്കർ ഉണ്ട്. അതിൽ നിങ്ങൾ കണ്ട ഏകദേശം 2-3 ഏക്കറോളം വയലാണ്, ചതുപ്പാണ്. അവിടെയൊക്കെ പുല്ല് നട്ടു. പിന്നെ മീൻകുളം ഉണ്ട് 2-3 ഇപ്പൊ പശുവും കോഴിയും പച്ചക്കറിയും ഫലങ്ങളും കൂണ് മീനുമുണ്ട്. അപ്പം ഈ നമ്മളുടെ ഒരു ട്രഡീഷണൽ ഫാമിങ്ങിൽ നിന്ന് എന്ത് വ്യത്യസ്തതയാണ്? ട്രഡീഷണൽ ഫാമിന് ഇനി കേരളത്തിൽ വലിയ പ്രസക്തി ഇല്ല. ട്രഡീഷണൽ ഫാമിങ്ങിലായിട്ട് ആൾക്കാർ പോയാൽ ഒത്തുവാളെടുക്കും. കാരണം വെച്ചാൽ ലോകം ഒന്നായിട്ട് സാങ്കേതികമായിട്ട് മാറുകയാണ്. ആ ടെക്നോളജി നമ്മൾ എടുക്കണം. ടെക്നോളജിനെ ഡിപ്പെൻഡ് ചെയ്യാതെ പഴയ കാരണവന്മാരെ വാക്കും കേട്ട് നടന്നാൽ നിങ്ങൾ പൊളിയും. അതെനിക്ക് ഓൾറെഡി അറിയായിരുന്നു. അതിനുശേഷം 2023
കേരള സർക്കാർ ഒരു 25 ആൾക്കാർ ഇസ്രായേലിൽ പറഞ്ഞല്ലോ. അപ്പൊ അതിലൊരാൾ ഞാനായിരുന്നു. അപ്പൊ ശരിക്കും മനസ്സിലായി, അവിടെ കർഷകൻ വീട്ടിലിരുന്നാൽ മതി, അവരുടെ മൊബൈലിൽ സകല ആപ്പിലൂടെയും എത്ര പശുവുണ്ട്, അതിനെത്ര കറന്ന്, ഏതിന് അസുഖമുണ്ട്, പശുവിന്റെ കാര്യം, മരങ്ങളെ കാര്യം ഞെട്ടിപ്പോവും. ഒരു മരം ഒരു ദിവസം എത്ര വെള്ളം എടുക്കുന്നുണ്ട്, മരം കുറച്ചൊന്ന് അതിന്റെ എക്സ്പാൻഡ് ചെയ്യും, ഒന്ന് സങ്കോചിക്കും, അതൊരിക്കറിയാം. ഏത് മരത്തിന് ഏത് ഡെഫിഷ്യൻസി, ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതറിയാം. അതിൻ്റെ ഏറ്റവും രസം ഒരു 5000 ഏക്കർ ഗോതമ്പ് പാടം നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പം ഗോതമ്പ് പാടത്തിന് ഒരു കേട് വന്നാൽ ആ 5000 ഏക്കറിലും മരുന്നടിക്കും. ഇവർ സാറ്റലൈറ്റിൽ ഇമേജ് കിട്ടും, സാറ്റലൈറ്റ് വഴി 5000 ഏക്കറിൽ എവിടെയാണോ കേട് അവിടെ ഡ്രോൺ പോയിട്ട് അവിടെ മാത്രം മരുന്നടിക്കും. അപ്പോൾ ഈ ഉദാഹരണത്തിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളാണ് 5000 ഏക്കറും മരുന്നടിക്കും, അതിന് അത്രയും ആൾക്കാർ വേണം, മരുന്നടിക്കാൻ ആൾ വേണം, മെഷീൻ വേണം. ഇത് ഡെയിലി അപ്ഡേറ്റ്സ് സാറ്റലൈറ്റിന് വരും, നോക്കും, അതിനനുസരിച്ച് ഡ്രോൺ പോയിട്ട് മരുന്നടിക്കും. കേരളത്തില് കൃഷി വ്യാവസായികമായി പുരോഗമിക്കാത്തതിന്റെ ഒരു കാരണം നമ്മളുടെ സാങ്കേതിക വിദ്യ നമുക്കുണ്ട്. ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത ചിലപ്പം സോഫ്റ്റ്വെയറിന്റെ എല്ലാം പിന്നിൽ ഇന്ത്യൻ കുട്ടികളുണ്ടാവും, പക്ഷെ നമുക്കത് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അത് എന്തായിരിക്കും മുജീബ് ഖാന്റെ അഭിപ്രായം? നമ്മളത് കാർഷിക മേഖല പൊളിച്ചെഴുതണം, അതാണ് വേണ്ടത്. അതായത് ഇപ്പം നിങ്ങൾ ആദ്യം ചോദിച്ചില്ല, ഞാനിവിടെ നമുക്കിപ്പം വെറ്റിനറി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, കൃഷി വകുപ്പുണ്ട്. ഈ 2 ഡിപ്പാർട്ട്മെന്റായിട്ട് നമുക്ക് ബന്ധപ്പെടാം. ഇപ്പം കുറച്ചുകൂടെ എളുപ്പമാണ്, കാരണം പണ്ട് ഒരു കൃഷി ഓഫീസർ വിളിച്ചാൽ ഇവിടെ എത്തണ്ടേ. അപ്പം നമുക്ക് കുറേ വാട്സപ്പിലൊക്കെ ഫോട്ടോ അയച്ചു കൊടുത്താൽ അവർ പറഞ്ഞു തരും. ഈ കൃഷി ഓഫീസറെ മെയിൻ സമയം പോകുന്നത് മീറ്റിങ്ങുകൾ, ഡോക്യുമെന്റേഷൻ, ഫയൽ ഉണ്ടാക്കുക, കൊല്ലാവസാനം റിപ്പോർട്ട് കൊടുക്കുക. ഈ ക്ലറിക്കൽ വർക്ക് മുഴുവൻ എടുക്കുന്ന ആൾക്ക് ഫീൽഡിൽ വരാൻ പറ്റില്ല. അത് വലിയൊരു ഗ്യാപ്പാണ്. ഇസ്രായേലെല്ലാം കണ്ടത് റിസർച്ച് സെന്ററിൽ അവരെ ജോലി റിസർച്ചാണ്, അല്ലാണ്ട് എഴുത്തുകുത്ത് പരിപാടിയും മീറ്റിങ്ങും അല്ല. സർക്കാർ എല്ലാ കൊല്ലവും പുതിയ പുതിയ പരിപാടികൾ ആവിഷ്കരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ നിയമസഭയിൽ? ഈ കൃഷി ഓഫീസർക്ക് ഇതിന് മുമ്പിട്ടുള്ള പദ്ധതികൾ തന്നെ നടപ്പിലാക്കിയിട്ടുണ്ടാവില്ല. അപ്പോഴാണ് അടുത്ത വരിക എന്ന് പറയുമ്പോൾ ഒരു മീറ്റിങ്ങിന് പോകണം, അത് പഠിക്കണം, അതിൻ്റെ ഡോക്യുമെന്റേഷൻ, പോളിസി, എന്നിട്ടാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. അപ്പോഴേക്ക് ആ കൊല്ലം കഴിയാറായി ഉണ്ടാവും. അതാ വരുന്ന അടുത്ത നിയമാവസ്ഥയിൽ അടുത്ത പദ്ധതി. അത് ഓവർലോഡഡ് ആണ്. പിന്നെ അവരുടെ ഈ ക്ലറിക്കൽ വർക്ക് മുഴുവൻ എടുത്ത് മാറ്റിക്കളണം. എന്നാൽ അവർക്ക് കൂടുതൽ ഫീൽഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ബെനിഫിറ്റ് ആവും. ഈ നിലവിലുള്ള മജീദ് ഇപ്പൊ ചെയ്യുന്ന ഈ ഒരു സംവിധാനത്തിനോട് സർക്കാരിന്റെ സമീപനം എന്താണ്? സർക്കാർ സംവിധാനങ്ങൾ ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും അവർക്കത് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഒരുപാട് പദ്ധതികളുടെ ബാഹുല്യവും നടപ്പിലാക്കാനുള്ള ഏജൻസിയിൽ ആളില്ലാത്തതും. ഇപ്പൊ കൃഷി വകുപ്പിൽ എനിക്ക് തോന്നുന്നത് ഒരു കൃഷി ഓഫീസർ, അസിസ്റ്റന്റ് ഓഫീസർ, 2 സ്റ്റാഫ്, 4 പേരേ ഉള്ളൂ. അത് വെച്ചിട്ട് ഈ പറഞ്ഞ ഒരു വലിയ കൃഷിഭവനിലെ എല്ലാ കർഷകരിലും എത്തി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന് ആ ഒരു ഓവർലോഡ് ഉണ്ട്. രണ്ടാമത്തത്, നമ്മൾ കേരളം എന്നുള്ളത് ഒറ്റ സംസ്ഥാനമാണെങ്കിലും കേരളത്തിൽ 21ഓളം അഗ്രികൾച്ചറൽ സോൺ ഉണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം കശുവണ്ടി ഉണ്ടാകുന്ന എവിടെയാണ്? കൊല്ലത്ത് അതിൻ്റെ ഫാക്ടറിയാണ്. എവിടെയാണ് ഉണ്ടാകുന്നത്? കാസർഗോഡ്, കണ്ണൂർ. അപ്പം വയനാട്ടിലെ ഒരു കൃഷി വകുപ്പിൽ ഭവനിൽ കീഴിൽ കശുവണ്ടി തൈ വിതരണം നടത്തിയാൽ എല്ലാവരും വരും. പക്ഷെ വയനാട്ടിലെ കാലാവസ്ഥക്ക് ഇത് പറ്റില്ല. ഞാൻ പറഞ്ഞത് കശുവണ്ടി തൈകൾ മാക്സിമം നിങ്ങൾ കണ്ണൂർ, കാസർഗോഡിന് കൊടുക്കുക. റബ്ബർ വയനാട്ടിൽ ഇതാ നോക്കുന്നത് എല്ലാം പരാജയപ്പെട്ട. ഇവിടെ പാല് കുറവായിരിക്കും, കാരണം റബ്ബറിന് ചൂട് വേണം. അപ്പം വയനാട്ടിലേക്കുള്ള റബ്ബർ തൈകളുടെ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കണ്ട, നിങ്ങളത് കോഴിക്കോടിന് കൊടുക്കുക. അതേസമയം ഇവിടെ അവക്കാഡോ, റംബുട്ടാനും കൂടുതലുണ്ടാവും. അത് കോഴിക്കോടുള്ള കൃഷി വകുപ്പിൽ കൊടുത്ത് വെറുതെ പാഴാക്കണ്ട. ഇതാണ് 1. 2, നിങ്ങളെല്ലാം കോർപ്പറേഷൻ വാർഡിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഒരു 1/2 ഇഞ്ച് വിത്ത് ഇഞ്ചിയും 1/2 ഇഞ്ച് മഞ്ഞളും. അപ്പം നമുക്ക് പറയാം നമ്മൾ ഇത്രയും ലക്ഷക്കണക്കിന് വിത്ത് കൊടുത്തു, അത്ര ആൾക്കാർ അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഓഡിറ്റ് നമുക്കില്ല. അപ്പോൾ സുർജിക്ക് ഒരു 1/2 കിലോ വിത്ത് കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് 4 ആൾക്കും 1/2 കിലോ തരുന്നതിന് പകരം ആ 2 കിലോ എനിക്കിതാ, ഞാൻ കർഷകനായതുകൊണ്ട്. അപ്പോൾ കൃഷിക്കാരനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവന് മാത്രം കൊടുക്കുക, നാട്ടുകാർക്ക് മുഴുവൻ കൊടുക്കണം. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, വൃക്ഷത്തൈ വിതരണം, മാത്തോട്ടത്ത് ബന്ധപ്പെടുക, സകല ആൾക്കാരും പോയി വാങ്ങും. പിന്നെ എന്ത് സംഭവിച്ചു ആർക്കും അറിയില്ല. പണ്ടാരെ തമാശക്ക് പറഞ്ഞിട്ടുണ്ട്, ഈ പ്രകൃതി നമ്മളെ June 4 എൻവയറമെന്റ്, അന്ന് കൊടുത്ത മരങ്ങളെല്ലാം വളർന്നിരുന്നെങ്കിൽ കേരളം ആമസോണിനാക്കണി വനായിട്ടുണ്ടാവും. അപ്പൊ ഈ തൈകൾ എങ്ങോട്ടാ പോകുന്നത്? സർക്കാരിന്റെ ഖജനാവിന്ന് പൈസ പോവാന്നല്ലാതെ ഇതിനൊരു സോഷ്യൽ ഓഡിറ്റ് ഇല്ല. പിന്നെ ഞാൻ പറയുന്നത് കൊടുക്കണ്ട. ഒരു ഉദാഹരണം പറയാം. സുർജിത്തിന് താല്പര്യമില്ല കൃഷി, അവന്റെ വീട്ടിൽ നിങ്ങൾ ഈ വിത്ത് എത്തിച്ചിട്ട് എന്താ കാര്യം? കൃഷിക്കാരന് മാത്രം ആനുകൂല്യങ്ങൾ കൊടുക്കുക, സപ്പോർട്ട് കൊടുക്കുക, എന്നാൽ കൃഷി നന്നാവും. ഈ ടെക്നോളജിയും കൊണ്ട് കേരളം
മുന്നോട്ട് പോകും. പക്ഷെ ഒരു കാര്യം ആയിരിക്കണം, എല്ലാ കൃഷിയും കേരളത്തിൽ ചെയ്യണം എന്നുള്ള ഒരു വാശി നമ്മൾ ഉപേക്ഷിക്കണം. നമുക്ക് നമ്മുടെ മണ്ണിന് അനുയോജ്യമുള്ളത് നഷ്ടമില്ലാത്തത് മാത്രം ചെയ്താൽ മതി. ഞാൻ ഒരു ഉദാഹരണം പറയാം. നെൽകൃഷി നഷ്ടമാണെങ്കിൽ നമ്മൾ ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവരിക, അതിനെന്താ ഇത്ര മടി? നമ്മൾ നൊസ്റ്റാൾജിക്കായിട്ട്, ഞാൻ പണ്ട് എൻ്റെ അപ്പൂപ്പന്മാര് പാളത്തൊപ്പിയിട്ട് അതുകൊണ്ട് കഷ്ടപ്പെട്ടിട്ട് കൃഷി ചെയ്തിട്ട് കുട്ടനാട്ടിലൊക്കെ എപ്പോഴും കൃഷി നാശ. നിങ്ങൾക്ക് അതിലും കുറഞ്ഞ് ആന്ധ്രയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ഗെറ്റ് ഇറ്റ് ഫ്രം ദർ, നിങ്ങളത് ചെയ്യണ്ട. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കശുവണ്ടി ഉണ്ട്, റബ്ബർ ഉണ്ട്, സ്പൈസസ് ഉണ്ട്. പണ്ട് മുതലേ കേരള ഇല്ലല്ലേ ഫേമസ്, അത് ചെയ്യാം. അപ്പം എല്ലാ കൃഷിയും പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പറ്റുന്ന മണ്ണിന് ലാഭകരമായത് മാത്രം ഇങ്ങനെയൊക്കെ ചെയ്താൽ സർക്കാരിന്റെ ഫണ്ട് കുറേ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇതാണ് എൻ്റെ ഒരു, ഇതിലൊരു പൊളിച്ചെഴുത്ത് വേണം. ആത്യന്തികമായിട്ട് അതാണ് വേണ്ടത്. എല്ലാ തൈകളും എല്ലാ ജനങ്ങൾക്കും നിങ്ങൾ കൊടുക്കണ്ട. ഇപ്പോൾ നമുക്ക് സൊസൈറ്റിയിൽ എല്ലാ കുട്ടികളെയും ഡോക്ടറാക്കാൻ പറ്റും. അതേമാതിരി കൃഷിക്കാരാക്കാൻ താല്പര്യമുള്ളവരെ മാത്രം കൃഷി പഠിപ്പിക്കുക, അവന് സഹായം കൊടുക്കുക. എല്ലാവരെ കൊണ്ടും കൃഷി ചെയ്യിപ്പിക്കുക എന്നുള്ളത് അട്ടർ ഫൂളിഷ്നെസ്സാണ്. എല്ലാവരെയും ഡോക്ടറാക്കുക എന്നുള്ളതിന്റെ അതേ സ്ഥിതിയാണ്. ഇപ്പൊ നിലവിലുള്ള സർക്കാർ സംവിധാനങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിൽ സഹകരിച്ചിട്ടാണോ ഇത് കൃഷി വകുപ്പ് എല്ലാം ഒന്ന് സഹകരിക്കുന്നുണ്ട്. വെറ്റിനറി ഡോക്ടർമാരെ നമ്മൾ സേവനം കിട്ടുന്നുണ്ട്, അതൊക്കെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനൊരു പെർട്ടിക്കുലർ ബ്രാൻഡ് എന്തെങ്കിലും? പൈമ്പാൽ എന്നുള്ള പേരിലാണ്. എന്തൊക്കെയാണ് വരുന്നത്? പാല്, തൈര്, നെയ്, കൂണ്, ചാണകം, പിന്നെ സ്പൈസസ്. ഇതിന്റെ ഒക്കെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എങ്ങനെയാണ്? മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ടൗണാണ് മെയിൻ മാർക്കറ്റ്. കോവിഡിന് മുമ്പിട്ട് കണ്ണൂരും ഉണ്ടായിരുന്നു, കണ്ണൂർ തലശ്ശേരിയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പൊട്ടിപ്പോയി. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഞാനൊരു അഗ്രസീവായിട്ട് മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ചെയ്തിട്ടില്ല. കൂടുതലും ഒരു വേർഡ് ഓഫ് മൗത്ത് ആണ്. ഇപ്പം കിഷോർ അറിഞ്ഞപ്പോൾ കിഷോർ കുറച്ച് ആൾക്കാരോട് പറഞ്ഞു, ആ രീതിയിലാണ് കൂടുതലും പോയത്. ചെറിയ രീതിയിലുള്ള മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ഞാൻ നടത്തിയിട്ടുള്ളൂ. കാരണം ലിമിറ്റഡ് പ്രൊഡക്ഷൻ ബട്ട് ക്വാളിറ്റി. അപ്പോൾ അതിൽ നിന്ന് വലിയൊരു എമൗണ്ട് എനിക്ക് മാർക്കറ്റിങ്ങിലേക്ക് മാറ്റിവെക്കാൻ പറ്റൂല. അതുപോലെ തൊഴുത്തിന്റെ പ്രത്യേകത, തൊഴുത്ത് ഇപ്പൊ നിങ്ങളെ ക്യാമറയിൽ കണ്ടിട്ടുണ്ടാവും. ഇത്രയും ഹൈറ്റ് വെച്ചത് സുഖമായിട്ട് കാറ്റ് കയറി ഇറങ്ങേണ്ടിട്ടാണ്. നിങ്ങൾക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഫീൽ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് സാധാരണ ഡയറി ഫാമിൽ കാണുന്ന ഡയറി ഫാനുകൾ, സ്പ്രേയർ, മിസ്റ്റ്, അതൊന്നും ഇവിടെ വേണ്ട. കാരണം കാറ്റ് ഓൾറെഡി കയറി ഇറങ്ങും. 2 പശുവിനൊന്നും കെട്ടിയിടുന്നില്ല. അപ്പം പശുക്കൾ അവരെ സോഷ്യൽ ലൈഫിന്റെ ഭാഗമായിട്ട് കുറേ ആൾ നിൽക്കുന്നു, കുറേ ആൾ കിടക്കുന്നു, ചിലർ അടികൂടും, ചിലർ ഉന്തും. എൻ്റെ സോഷ്യൽ ബിഹേവിയർ നടപ്പിലാക്കാൻ രീതിയിലാണ് തൊഴുത്തുണ്ടാക്കിയിരിക്കുന്നത്. എത്ര പശുക്കളുണ്ട്? 75 ഇപ്പം. അപ്പം ഏകദേശം എത്ര സ്റ്റാഫ് വേണം നമുക്ക്? ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഒരു 15 പശുവിന് ഒരു സ്റ്റാഫ് വേണമെന്നുള്ളതാണ്. അങ്ങനെയാണ് നോക്കുന്നത്. അപ്പം നമുക്കൊരു ഷെഡിൽ തന്നെ 4-5 പേരുണ്ട്. പിന്നെ പാല് പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ ഒരാൾ 6, പിന്നെ മറ്റ് കോഴി നോക്കാൻ 2 ആള് 8, പിന്നെ ജനറൽ ആയിട്ട് ഒരു 9 സ്റ്റാഫ് ഇപ്പം ഇവിടെ തന്നെ ഉണ്ട്. ഇവര് മതിയാവും ഈ ഇത്ര മതി. ഇനി പശു കൂടുകയാണെങ്കിൽ അതിനനുസരിച്ച് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കൊണ്ടുവരണം. പ്രിയപ്പെട്ടവരെ, യൂട്യൂബ് ഓപ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് വയനാട്ടിലെ മാനന്തവാടിയിലെ പാളാട് എന്ന സ്ഥലത്തുള്ള ഒരു ഫാമിന്റെ വിശേഷങ്ങൾ അറിയാൻ. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് കാണാം.